ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മീ നീതു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ അതെന്താ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ എന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ട് എങ്ങനെയോ നല്ല ഭംഗിയുള്ള റെയിൻബോ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പറാണ്. അത് നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 4 പീസായിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. ഇനി നമുക്ക് ഈ വെട്ടിവെച്ച ഷീറ്റിൽ നിന്നൊരു ഷീറ്റ് എടുക്കാം. ഇനി വേണ്ടത് നമുക്ക് നീഡിലാണ്, അല്ലെങ്കിൽ നമുക്കിതിൽ മതി. അത് വെച്ചിട്ട് നമുക്ക് ഈ പേപ്പറിനൊന്ന് ചുരുട്ടിയെടുക്കണം. ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. ഇനി ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പോർഷനിൽ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് കുറേ സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറേ ന്യൂസ് പേപ്പർ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ 3 പീസ് നമുക്ക് എടുക്കാം. ഇനി നമ്മൾ മുടിയൊക്കെ പിന്നിടല്ലേ, അതുപോലെ നമുക്ക് ഇതിനൊന്ന് പിന്നി കൊടുക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വിട്ടു പോരാതിരിക്കാൻ ഒരു ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ഒന്ന് പിന്നിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കുറേ പീസ് നമുക്ക് വേണം. പല വലിപ്പത്തിലുള്ളതാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതും വലുതൊക്കെ ഉണ്ട് ഇതിൽ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സ്ട്രിപ്സ് എടുക്കാം. ഇനി നമുക്കിതിനൊന്ന് ചുരുട്ടി കൊടുക്കാം. റൗണ്ടാക്കിയിട്ട് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. ലാസ്റ്റ് പോർഷനിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ ജസ്റ്റ് പ്രസ് ചെയ്തെടുക്കാം. ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു 10 പീസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. ഞാൻ അതിലൊരു ഏകദേശം ഒരു മഴവില്ലിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നൂലാണ്. ഇത് ഞാൻ ഫസ്റ്റേ കൊടുക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ഇവിടെ ഒന്ന് ഒരു ഹാങ് ചെയ്യാനുള്ളത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ 7 പീസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ന്യൂസ് പേപ്പർ നമ്മളിങ്ങനെ പിന്നെടുത്തുകൊണ്ട് ഇത് ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഫ്ലെക്സിബിളാണ്. അതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് 7 പീസും ഒട്ടിച്ചെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ 7 പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എക്സ്ട്രാ കുറച്ച് പോർഷൻസൊക്കെ ഒന്ന് വെട്ടിക്കളയാം. വെട്ടിക്കളയുമ്പോൾ കുറച്ച് പോർഷൻ വിട്ടിട്ട് വേണം വെട്ടാൻ. അപ്പോൾ കാരണം ബാക്കിയുള്ള പോർഷൻ നമുക്കിതിൻ്റെ ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്.
കിട്ടുള്ളൂ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചെടുക്കാം. എന്നാൽ പിന്നെ ഇതൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് ഒന്ന് അഴിച്ചിട്ട് ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടി നോക്കുക, എന്നാലേ കറക്റ്റായിട്ട് ഒട്ടി കിട്ടുള്ളൂ. അല്ല വെച്ചാൽ ഭയങ്കര തിക്കായതുകൊണ്ട് ഒട്ടി കിട്ടാൻ ചാൻസ് കുറവാണ്. നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ മറ്റേ സൈഡ് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് കളർ ചെയ്യാം. ആക്ച്വലി ഇത് വയലറ്റ് കളറാണ് കേട്ടോ, കുറച്ച് ഡാർക്ക് ആയി പോയതാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് ഡാർക്ക് കളറായി പോയി, പക്ഷെ അത് വയലറ്റ് തന്നെയാണ്. ഇനി നമുക്കിതിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കളർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനെയും ഒന്ന് കളർ ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കളർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നൂലാണ്. കട്ടിയുള്ള ത്രെഡ് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ കട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ 2-3 ലെയറായിട്ട് മടക്കി വെച്ചേക്കുന്നതാണ്. അത് 3 ഹൈറ്റിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ 2 പീസുകൾ വേണം കേട്ടോ, 2 സൈഡിലേക്കും വേണം. നമുക്കിതിൻ്റെ അടിയിലായിട്ടൊരു ചെറിയൊരു കെട്ടിട്ട് കൊടുക്കാം. എക്സ്ട്രാ പോർഷൻസൊക്കെ നമുക്കൊന്ന് വെട്ടിക്കളഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് കോർത്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ പോർഷനിലായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പോർഷനിൽ ഞാൻ റെഡ് കളറിൻ്റെ അത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്ക് ഉള്ളതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിലേക്ക്. പിന്നെ ബാക്ക് പോർഷനാണ് നമുക്ക് വേണ്ടത്. നമുക്കൊന്ന് മറിച്ച് വയ്ക്കാം.
നമുക്കിതിൻ്റെ ബാക്കിലായിട്ട് ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ളായി. ഇനി നമുക്കിതൊന്ന് വോളിൽ വെച്ച് നോക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട്, രസമല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരുടെ വീടുകളൊക്കെ നല്ലപോലെ അലങ്കരിക്കുക. ന്യൂസ് പേപ്പറൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.